ഇത്രയും പൊടി പോലെ സാധനങ്ങൾ കിട്ടാറില്ല. പേടിച്ചിരി കൂടുതലാണ്. ഇല്ല ഇല്ല ഇല്ല, പേടി ഇത്തിരി ജാസ്തിയാണ്. സാധാരണക്കാരായ ക്ഷീരകർഷകർക്ക് പശു വളർത്തല്ലേ ശാസ്ത്രീയ വശങ്ങളൊന്നും വലിയ പിടിയില്ലെങ്കിലും വളരെ ലാഭകരമായിട്ട് തന്നെയായിരിക്കും മിക്ക ക്ഷീരകർഷകരും പോകുന്നത്. അപ്പോൾ അങ്ങനെ ലാഭകരമായി പോകുന്ന ഒരു ക്ഷീരകർഷകനെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഞാൻ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. വീടിനോട് ചേർന്ന് 15ഓളം പശുക്കളെ വളർത്തി വളരെ ലാഭകരമായിട്ട് പോകുന്ന ഒരു ക്ഷീരകർഷകനെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ചേട്ടൻ്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് കണ്ണൻ. എൻ്റെ സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞേ. വാളപ്പറമ്പ്, കണ്ണാടി, പാലക്കാട്. നമുക്കിവിടെ എത്ര പശുക്കളുണ്ടായിട്ടേ? ഇപ്പോൾ നിലവിൽ 14 എണ്ണം ഉണ്ട്. ഈ മേഖലയിൽ ഒരു 20 വർഷമായി. ഇതിനു മുമ്പ് ഞാൻ ഗൾഫിലായിരുന്നു. ഓക്കെ, ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ പശു വളർത്തലിലോട്ട് തിരിയാൻ കാരണം എന്താ? അല്ല, ഗൾഫിൽ നിന്ന് വന്ന് മോട്ടോർ ഫീൽഡിലായിരുന്നു. ടിപ്പർ ഓക്കെ, മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സപ്ലൈ ആയിരുന്നു. ഓക്കെ, അത് ഏകദേശം തകർന്ന ഒരു ലെവലിലേക്ക് വന്നപ്പോൾ പശുവിൻ്റെ ഫീൽഡിലേക്ക് ഇങ്ങനെ മാറി. പശുവിൻ്റെ ഫീൽഡിലേക്ക് മാറാൻ കാരണം എന്ന് വെച്ചാൽ മുത്തശ്ശനും അച്ഛനും പൂർവികമായിട്ട് കൃഷിയും പശുക്കളായിട്ടുള്ള ബന്ധമുള്ളവരാണ്. അപ്പൊ അവരുടെ ഈ തൊഴുത്തും കൃഷിയും വൈക്കോലൊക്കെ ഇങ്ങനെ വെറുതെ ആരും നോക്കാതെ ഇങ്ങനെ കിടന്നപ്പോൾ അച്ഛൻ്റെ പിൽക്കാലത്ത് അതൊന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ മേഖലയിലേക്ക് ഇങ്ങോട്ട് മാറിയതാണ്. സ്റ്റാർട്ടിങ് എത്ര എണ്ണത്തിലാണ് നമ്മൾ തുടങ്ങിയത്? ഞാൻ തുടങ്ങിയത് ഒരെണ്ണത്തിലാണ്. വീട്ടാവശ്യത്തിന് ഒരെണ്ണത്തിൽ ഒരേ ഒരെണ്ണത്തിൽ തുടങ്ങിയിട്ട് ഇപ്പൊ 14 എണ്ണം വരെ. 17 എണ്ണം ഉണ്ടായിരുന്നാണ്. ഇടയിൽ ഈ പണിക്കാര് നേപ്പാളിൽ നിന്ന് ഉള്ളവരാണ്. അവര് അവധിക്ക് പോയപ്പോൾ എനിക്ക് ഞാനും വൈഫും മക്കളൊക്കെ ആയിട്ടാണ് ഒരു 2 മാസം അതിനെ പരിപാലിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് എത്തിപ്പെടുന്നില്ല ഞങ്ങൾക്ക്. അപ്പൊ ഒരു 6 എണ്ണത്തിനെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ പണിക്കാരൻ വന്നിട്ട് ഇപ്പൊ 2 മാസമായി. അപ്പൊ വീണ്ടും ഓരോന്നോരോന്ന് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 എണ്ണം കറവ, ഒരു 350 ലിറ്റർ പാല് സംഭരിക്കാനുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുട്ടികളുണ്ടല്ലോ അവിടെ അല്ലേ? കുട്ടികളുണ്ട്. കുട്ടികളെ ഏകദേശം ഇപ്പൊ തീറ്റ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെ വളർത്തുന്നവർക്ക് കൊടുക്കും. പശുക്കുട്ടികളാണെങ്കിൽ വളർത്തുന്നവർക്ക് ഇതിപ്പോ ഓർഡർ ആയതാണ്. ഈ കുട്ടി മറ്റേ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ, ബാലഗോകുലം എന്ന് പറയും. ബാലഗോകുലത്തിന്റെ ദാനം കൊടുക്കൽ പരിപാടി ഉണ്ട്. ഓ, അങ്ങനെയുണ്ടല്ലോ. വളർത്തുന്ന പശുക്കിടാക്കളെ ദാനം കൊടുക്കലുണ്ട്. അപ്പൊ ഒരു 3 എണ്ണൊക്കെ കൊടുക്കും ഫ്രീ ആയിട്ട്. ഫ്രീ എന്ന് പറഞ്ഞാൽ അവരൊരു ജസ്റ്റ് ഒരു കുറച്ച് എമൗണ്ട് നമുക്ക് തരും. മൊത്തം ഫ്രീ അല്ല, എന്നാലും അത് വളർത്താൻ കൊണ്ടുപോകണതല്ലേ. അപ്പൊ അത് വളർന്നിട്ട് പ്രസവിച്ചിട്ട് അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ നമ്മളോട് പറയും, ഞങ്ങൾക്ക് നോക്കാൻ പ്രയാസമാണ് പറയുമ്പോൾ തിരിച്ചുകൊണ്ട് തരും. അങ്ങനെ തന്നതിൽ ഒരെണ്ണാണ് ഇതാ കിടക്കുന്നത്. ഇതല്ലേ? അതെ അതെ. ഈ കാണുന്ന പശുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ നമുക്ക്? ഈ കാണുന്ന പശു ഇപ്പൊ അടുത്ത് വാങ്ങിയിട്ട് ഒരു 2.5 മാസം ആയിട്ടുള്ളൂ. കാങ്കയം ഗീർ ക്രോസ് അല്ലേ? അതെ. ഇതിലൊരു 16 ലിറ്റർ പാല് കടിഞ്ഞലാണ്, 4 പല്ല്. അതെ, 16 ലിറ്റർ പാല് ഇപ്പൊ ഉണ്ട് നിലവില്. കാലത്തും വൈകിട്ടും കൂടി. ഇവന് കാങ്കയം ഉള്ളത് കൊണ്ട് എങ്ങനെ ചവിട്ടും തൊഴിയൊക്കെ എങ്ങനെ? കാങ്കയം പറഞ്ഞാൽ ശരിക്കും അതിനെ കണ്ടാൽ തന്നെ ഒരു പേടിക്കും, അടുത്ത് പോവാനും ഇതാവാനും. പക്ഷെ പാവമാണ്, ഒന്നും ചെയ്യില്ല. ഇത്തിരി പേടി ജാസ്തിയാണ്. പേടിച്ചിരി കൂടുതലാണ്. പേടി ഇത്തിരി ജാസ്തിയാണ്. അല്ലല്ല, കറക്കാൻ നേരത്ത് ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ വെള്ളം തെളിച്ചു കഴിഞ്ഞാൽ ചൊരത്തും. ഇത് ചെനയാണ്. ഇത് പ്രസവിച്ചിട്ട് മേടിച്ചതാണ്. അപ്പൊ ഞാൻ കുത്തിവെച്ചപ്പോ ചെന പിടിച്ചപ്പോ ഇവിടെ നിർത്തി. 5 മാസം ചെനയാണ്. അത് കറവ വിട്ടിരിക്കുകയാണ്. ഇപ്പൊ 6 മാസമായപ്പോ കറവ വിട്ടു. ഇതല്ലേ? ഇതോ? ഇത് 7 മാസമായി വാങ്ങിയിട്ട്. ജേഴ്സി ക്രോസുകളാണല്ലോ? അല്ല, ജേഴ്സി ക്രോസുകളാണ്. എന്ന് വെച്ചാൽ ജേഴ്സി ക്രോസിന്റെ വാങ്ങുന്നത് പാല് കുറവായിരിക്കും, പക്ഷെ നല്ല കൊഴുപ്പുണ്ടാവും, പ്രതിരോധ ശക്തി കൂടുതലാണ്, പെട്ടെന്ന് ഇങ്ങനെ വരാൻ ബുദ്ധിമുട്ടില്ല. ഡോക്ടറെ ഇടയ്ക്ക് വിളിക്കേണ്ട കാര്യം വരുന്നില്ല. ഈ കാണുന്ന ജേഴ്സിക്കൊക്കെ കറവകളാണോ? അതെ, ഇത് കറവയുള്ളതാണ്. ഇതിന്റെ കുട്ടിയാണ് ആ നിക്കണത്. അതാ നിക്കുന്നത് ഇതിന്റെ കുട്ടിയാണ്. ഇത്തവണ കുത്തിവെച്ചപ്പോ HF ആണോ കുത്തിവെച്ചത് അവിടെ? അതെ, HF ആണ് കുത്തിവെച്ചത്. ഈ കാണുന്ന തൊഴുത്ത് പണിതിട്ട് ഇപ്പൊ എത്ര നാളായി ചേട്ടാ? ഈ തൊഴുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടില് കിട്ടിയതാണ്. ഓ, സൂപ്പർ. അതാ കറവ് മെഷീൻ, അതും അതിന് കിട്ടിയതാണ്. ചാപ്സ് കട്ടറും സൊസൈറ്റിയുടെയാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PMEGP അങ്ങനെ വല്ലോണോ?
അല്ല, സർക്കാരിൻ്റെയാണ്. പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീം ഉണ്ടായിരുന്നു. അവരാണ് അവരാണ് ഇതൊക്കെ വന്ന് എൻക്വയറിക്ക് വരുന്നതൊക്കെ അവിടെ നിന്നായിരുന്നു. അതിന്റെ ടൈം കഴിഞ്ഞിപ്പോ. അപ്പൊ ഞാനിപ്പോ ഇതൊരു റീവർക്ക് ഒക്കെ ഇപ്പൊ ചെയ്തതാണ് കുറച്ച്. അതെ, വെള്ളം നിൽക്കില്ല, ഒരു തുള്ളി വെള്ളം നിൽക്കില്ല. മൂത്രം ഒഴിച്ചാൽ അത് അങ്ങോട്ട് പൊയ്ക്കോളും. സ്ലോപ്പ് ആണെങ്കിൽ ഇതുപോലെ സ്ലോപ്പ് ഇടണം. അതെ അതെ അതെ. അതിപ്പോ ഞാൻ ഈ മാറ്റ് തെന്നി വരാതിരിക്കാൻ അതുപോലെ ബീഡിങ് അടിക്കലാണ് പതിവേ. ആ ബീഡിങ് അടിക്കുമ്പോ എന്താ വെച്ചാൽ ആ പശുക്കൾ ചവിട്ടിയിട്ട് അതെന്തെങ്കിലും ചിലപ്പോ തെന്നിപ്പോവും. അതിനാണ് ഈ കോൺക്രീറ്റ് ഭിത്തി വെച്ചിട്ട് ഇടയിൽ ഒരു ക്രോസ് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോ ഈ ഇങ്ങനെ തെന്നി വരില്ല. ബുദ്ധിപരമായിട്ട് കളിച്ച്. അതെ അതെ അതെ. അല്ല, നമ്മള് ഒരു ലോങ് ലൈഫ് ഒരു ലോങ് ലൈഫായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തവരൊന്ന് കാണുന്ന സമയത്ത് ഇത് ചിലപ്പോ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇത് ഈ റോട്ടിൽ മേടിച്ചതാ ഇതല്ലേ? ആ, ഇത് ഈ റോട്ടിൽ നിന്ന് അതൊരെണ്ണം, ഇതൊരെണ്ണം, ഇതൊന്ന്. എങ്ങനെയുണ്ട്? ഈ റോഡ് ചന്തയിൽ നിന്ന് മേടിച്ചതാ ഇത്. ഇതല്ലേ? ആ, കുഴപ്പമില്ല. രാവിലെ ഒരു 16 മറ്റേ ഉച്ചയ്ക്ക് ഒരു 8 അങ്ങനെ കിട്ടും. കുഴപ്പമില്ല. പക്ഷെ ഈറ്റ് പശുവാണ്. മറ്റേ 4ാമത്തെ പ്രസവമാണ്. അത് 4ാമത്തെ പ്രസവമാണ്. അപ്പൊ ഒരു 24-25 കറക്കുന്നതാണ്. സൂപ്പർ പശു. ഈ മോഴയും ഇത് 3 ഒരുമിച്ച് കൊണ്ടുവന്നതാ ഈ റോട്ടിൽ നിന്ന്. ഇതിലൊക്കെ അത്യാവശ്യം പാലുണ്ട്. രാവിലെ 10 ലിറ്റർ, ഉച്ചയ്ക്ക് അത്രേ ഉള്ളൂ. ബോഡി സൈസ് ചെറുതാണെങ്കിൽ അത്യാവശ്യം പാലുണ്ട്. പിന്നെ ഇത് ഞാന് നമ്മുടെ ഇവിടുന്ന് അടുത്ത് ക്ഷീര ഡയറി ഫാമിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മേടിച്ചതാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പാലുണ്ട്, അത്യാവശ്യം പാലുണ്ട്. കറക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ മെഷീൻ വെച്ചിട്ടാ കറക്കണത്. അതിന്റെ കുട്ടിയാ ഈ കിടക്കണത്. ഇതല്ലേ? ഓ, അങ്ങനെ. ഞാൻ പശുക്കുട്ടികളെ കൂടുതൽ കൊടുക്കാൻ നിൽക്കില്ല. എനിക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ അവിടേക്ക് അതിനെ കൊടുത്തിട്ട് വലുതാവുമ്പോ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതൊരു ഐഡിയ ആണ്. അപ്പൊ അവർക്ക് മറ്റേ ഇപ്പോഴത്തെ ഒരു വില കെട്ടിയിട്ട് ഞാൻ കൊടുക്കും. അതിന് ഇത്ര രൂപന്ന്. എന്നിട്ട് അത് വലുതായി വരുമ്പോ അതിന്റെ അന്നത്തെ മാർക്കറ്റ് എത്രയാണോ എന്ന് വെച്ചാൽ അതിന്റെ ഒരു 70% അവർക്ക് കൊടുത്തിട്ട് കൊണ്ടുവരും. ഇപ്പൊ പൈസ മേടിക്കില്ല കൊടുക്കാൻ നേരത്ത്. ഇങ്ങനെ കൊടുക്കില്ല. അവര് തീറ്റ എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് തീറ്റ എടുക്കാൻ തുടങ്ങിയിട്ടേ ഞാൻ അതിന് കൊടുക്കുള്ളൂ. അതുവരെയ്ക്കും നമ്മുടെ ഇതിലുണ്ടാവും. ഇവർക്ക് എന്തൊക്കെ തീറ്റ കൊടുക്കുന്നത്? കടലപ്പിണ്ണാക്ക്, സോയാ തവിട്. ഇത് സൈലേജ് ആണ്. സൈലേജ് ഒന്നിച്ച് ലോഡ് ഇറക്കണതാണ്. സൈലേജ് എങ്ങനെയുണ്ട്? റേറ്റ് എങ്ങനെയുണ്ട്? സൈലേജ് 500 രൂപയാണ് പഴനിന്നാ വരുന്നത്. ഇത് 50 കിലോന് 500 രൂപ വരുമ്പോഴേക്കും നമുക്ക് ഡെലിവറി വരുമ്പോൾ. അപ്പോൾ നമ്മളുടെ അടുത്ത് അത്ര മേടിക്കില്ല. ഒരുമിച്ച് എടുക്കുന്നത് കൊണ്ട് ഒരു ചെറിയ മാർജിൻ കമ്മിയാക്കിയിട്ട് തരും. ക്വാളിറ്റി എങ്ങനെയുണ്ട്? നല്ല ക്വാളിറ്റിയാണ്. നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഒന്ന് കാണിക്കാൻ. ബെസ്റ്റ് ക്വാളിറ്റിയാണ്. പഴനി അല്ലല്ല, പഴനി വരുന്നത് പഴനിന്ന്. ഇത്രയും പൊടി പോലെ സാധനങ്ങൾ കിട്ടാറില്ല. ഞാൻ വേറെ 2-3 ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഇത്രക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ളത് കിട്ടിയില്ല. അത് 2 ആഴ്ചത്തൊക്കെ ആകുമ്പോഴത്തേക്കും ചീത്തയാവാ, അങ്ങനെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങി. ഇതൊരു 1.5 മാസത്തിൽ കൂടുതൽ നിൽക്കാറുണ്ട്. പൊട്ടിക്കാതിരുന്നാൽ. എലിയ തുറപ്പനൊക്കെ കടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ ഇതൊക്കെ മാറ്റിയതാണ്. അട്ടിന്ന് മാറ്റി വെച്ചതാണ്. അപ്പൊ ഈ തുറപ്പ് ഇങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ നമ്മളിത് മാറ്റിയിട്ട് അത് അപ്പൊ തന്നെ എടുത്തിട്ട് അന്നത്തെ ദിവസത്തിന് പശുവിന് കൊടുക്കും. ഒരു ദിവസം ഒരു 3 ബാഗ് വെച്ചിട്ട് നമുക്ക് പോവാറുണ്ട്, പശുവിന് കൊടുക്കാറുണ്ട്. ഇത് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഉച്ചക്ക് കറവ കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതാണ്. സൈലേജ് മാത്രമാണ് ഇതിൽ? സൈലേജ് മാത്രമാണ്. കറവ കഴിഞ്ഞ ഉടനെ സൈലേജ് ഒരു 5 കിലോ, ആവറേജ് 5 കിലോ വെച്ച് കൊടുക്കും. പിന്നെ വലിയ പശുക്കൾക്ക് ഒരു 1 കിലോ കൂടുതൽ കൊടുക്കും. എന്ന് വെച്ചാൽ ആ വലിയ അച്ചപ്പനൊന്നും 5 കിലോ കൊടുത്താൽ പോരാ. വൈക്കോല് എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 7 മണിയാവുമ്പോ ഒരു ബണ്ടൽ വൈക്കോല് എടുത്ത് നിങ്ങൾ മുഴുക്ക എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ അത് കൊടുക്കുന്നത് കൊണ്ട് അവർക്കൊരു ഇങ്ങനെ തിന്ന് അയവെട്ടിയിട്ട് നിൽക്കുകയും ചെയ്യും. ഈ ഇത് കിട്ടും. അതിന്റെ ചാണകം കുറച്ച് കട്ടിക്കും ആവും. പിന്നെ പെല്ലറ്റ് ഇപ്പൊ ഒരു സുപ്രീമ കൊടുത്തോണ്ടിരുന്നത്. ഈ മിൽമയുടെ ഗോമതി ഗോൾഡും ഗോമതി കൊടുക്കുന്നത്, ബ്രഹ്മ മിക്സ്
ഓ ബർമതി ആഗ്രോ. ബർമതി ആഗ്രോ മിക്സ്. അത് എടുക്കാണേ. ഇത് സുപ്രീമിനേക്കാളും ഒരു ചെറുതായിട്ട് പാലിന് ചെറിയ കൂടുതലുണ്ട്. ഉണ്ടല്ലേ? ഒരു എത്രത്തോളം വില വരുന്നുണ്ട് നമുക്ക്? വില 1500 സംതിങ് ആണ്. പക്ഷെ നമുക്ക് എന്തായാലും ഒരു 1600 താഴെ വരും. 1500. 1570. 1570. അപ്പൊ 1600 താഴെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്തുമ്പോ 1600 ഉപയോഗിക്കില്ല. അല്ല, അവര് ഹോൾസെയില് റേറ്റിന് നമുക്ക് തരും. ഓ അങ്ങനെ വരും. 1480 രൂപയ്ക്ക് നമുക്ക് ഡെലിവറി തരും. ഞാനിപ്പോ ഇത് കൊടുക്കാൻ തുടങ്ങിയപ്പോ എനിക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. ടോട്ടലി 14 പശുവിനെ കറക്കുമ്പോ ഒരു 6 ലിറ്റർ പാല് സുപ്രീമിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസം ആയിട്ടുള്ളൂ. ഈ 2 മാസം കൊണ്ട് പശുക്കൾക്ക് അത് കൊടുത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. നമുക്ക് പാല് ഇച്ചിരി കൂടുതലും ഉണ്ട്. പെല്ലറ്റ്, സോയ, ഗോതമ്പ് പൊടി, ചോളമാവ് മിക്സഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. അതൊരു 2.5 കിലോ, പെല്ലറ്റ് ഒരു 1.5 കിലോ, അങ്ങനെ 4 കിലോ വെച്ച് കൊടുക്കാറുണ്ട്. ശരി. പാലിന്റെ വിൽപ്പനയൊക്കെ എങ്ങനെയാ? പാല് കാഴ്ചപ്പറമ്പ് സൊസൈറ്റിയിലാണ് പാല് കൊടുക്കുന്നത്. ഫുള്ളും കൊടുക്കില്ല. വീട്ടിൽ വന്ന് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇവിടെ രാവിലെ ഈ പരിസരത്തുള്ള കുറെ അയൽവാസികൾ വന്ന് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോകും. സൊസൈറ്റിയിൽ അളന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട്? സൊസൈറ്റിയിൽ ഒരു ആവറേജ് റേറ്റ് നമുക്ക് തരുന്നുണ്ട്. അല്ല, 50 താഴെ 47, 48 റേറ്റിന് കിട്ടുന്നുണ്ട്. നമ്മുടെ സബ്സിഡി അങ്ങനെ ഉള്ള ഇതെല്ലാം കൂടെ വരുമ്പോൾ 50 രൂപ ലെവലിൽ കിട്ടും. ഇപ്പോഴത്തെ അവസ്ഥയിൽ പശു വളർത്തൽ ലാഭകരമാക്കാൻ ചേട്ടൻ ശരിക്കും എന്താ ഇവിടെ ചെയ്യണേ എന്ന് പറയാമോ? നമ്മളിങ്ങനെ പശു വളർത്തൽ ലാഭത്തിന് ജോലിക്കാരെ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറങ്ങാൻ പോകും. പിന്നെ തിരിച്ചു വരുമ്പോൾ അവര് എത്രയാണ് കറന്നു വെച്ചിരിക്കണത് എന്ന് അറിയില്ല. അപ്പൊ നമ്മൾ അവരുടെ കൂടെ തന്നെ എന്താ ചെയ്യണമെന്ന് ഫുൾ ടൈം മീൻസ് അത്യാവശ്യത്തിന് പോയിട്ട് വന്ന ആ കറവ ടൈമിൽ എവിടെയാണെങ്കിലും തിരിച്ചു ഇങ്ങോട്ട് എത്തിയിട്ട് അവർ നോക്കും കറന്നു വിട്ട പശുക്കളിൽ മുഴുക്ക കറന്നിട്ടുണ്ടോ, കുട്ടികൾക്ക് പാല് കൊടുത്തിട്ടുണ്ടോ, ഇത് മുഴുക്ക നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അല്ല, മിഷൻ വെച്ച് കറക്കണം. മിഷൻ വെച്ച് കറന്നാലും നമ്മളത് കയ്യില് പിടിച്ചു നോക്കണം. അത് ചിലപ്പോ എല്ലാറ്റിനും ചിലപ്പോ പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ അത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതിന് പശുവിന് അകടില് നീര് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ലാഭകരമായിട്ട് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ കൂടെ ഉണ്ടാവണം. അതായത് ഇതിന്റെ വിജയം എന്ന് പറയുന്നത് പണിക്കാരെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. അവര് രാത്രി ചിലപ്പോ വാതില് പൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ നമ്മുടെ വീട്ടിലുള്ളവരും കൂടിയിട്ട് ഇത് ചെയ്യാൻ അങ്ങോട്ട് തയ്യാറാവണം. അത് അറിഞ്ഞിരിക്കണം. എന്നാ ഇതിന് നഷ്ടം വരില്ല. എന്നാൽ മാത്രമാണ് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ല പറഞ്ഞ മറ്റെന്താ പറയാ, പണിക്കാരനില്ല എന്ന് പറഞ്ഞത് പറഞ്ഞ പബ്ലിസിറ്റി ആവും. കണ്ണന്റെ ഫാമിൽ പണിക്കാരില്ല, അപ്പൊ കുറെ കച്ചവടക്കാർ വരും. അത് പെട്ടെന്ന് നമുക്ക് ചുളിവിലൊക്കെ വിലക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും. നമ്മളത് വിറ്റൊഴിക്കാൻ നോക്കും. അപ്പൊ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ഇത് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രയാസമില്ല. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം പശുക്കളെ വരെ നമുക്കൊന്ന് കൊണ്ടുപോകാൻ സാധിക്കും? ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ കാണുന്ന ഈ 14 പശുവിനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് അത്യാവശ്യം ഈ പാലെടുക്കാനും ഈ മോട്ടോർ ഓൺ ചെയ്യാൻ അങ്ങനെയുള്ള ചെറിയ ഹെൽപ്പിന് മാത്രമേ വിളിക്കുള്ളൂ. മക്കളോ വൈഫോ ആരെങ്കിലും. ഇതിൽ കൂടുതലാണെങ്കിൽ നമ്മൾക്ക് ഒരാളെ വേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു പശു മോട്ടോർ വെച്ച് കറന്നുകൊണ്ടിരിക്കുമ്പോ അടുത്ത പശു റെഡിയാക്കി നിർത്തണം. അപ്പൊ കറവ വേഗമാവും. അപ്പൊ ഈ ഓരോന്നോരോന്ന് നമ്മൾ എണീച്ച് ഇത് കഴിഞ്ഞ പിന്നെ അടുത്തതിലേക്ക് വരുമ്പോ നേരം വഴുകും. ശരി. അപ്പൊ ഒരാളും കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു 15 പശുവിനെയൊക്കെ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോകാൻ കഴിയും. ഈ കാണുന്നത് പാലക്കാട് ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശം ആയതുകൊണ്ടും വീടുകൾ നമുക്ക് കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടോ? എന്തിനു പാല് കൊടുക്കാൻ? അതെ. അല്ല, ഞാൻ പാൽ എവിടെയും ഏത് വീട്ടിലും കൊണ്ട് കൊടുക്കാറില്ല. എന്റെ വീട്ടിലേക്ക് 5:30 മണി, പുലർച്ചെ 5:30 മണി തൊട്ട് ഒരു 6:30, 1 മണിക്കൂർ രാവിലത്തെ അവര് വീട്ടിൽ ഈ പരിസരത്തുള്ള ഏകദേശം ആൾക്കാർ വന്ന് വീട്ടിൽ വന്ന് മേടിച്ചിട്ട് പോകല. 2 നേരം വരും. പിന്നെ കൂടുതൽ ആരെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഈ പുറത്ത് കച്ചവടം ചെയ്യുന്നവര് എന്ന് വെച്ചാൽ വീട്ടിൽ ഫ്ലാറ്റിൽ അവിടെയും കച്ചവടം ചെയ്യുന്നവർ
തലേ ദിവസം വിളിച്ചു പറയും, അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്കാണ് എനിക്ക് കൂടുതൽ ഈ പാൽ സെയിലാവുന്നത്. അത് രാവിലെ കറക്കുന്നത് കൊണ്ട് മാക്സിമം അമ്പലങ്ങളിലേക്ക് ആൾക്കാർ എനിക്ക് ഇത്ര ലിറ്റർ വേണം, മാറ്റിവെക്കി പശുവും പാൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു 10-20 ലിറ്റർ പാൽ ഈ അമ്പലത്തിനും കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കാറുണ്ട്. വിളിച്ചു പറയുന്നത് മാറ്റിവെക്കും. അത് റെഗുലറായിട്ട് കിട്ടും. വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായിരിക്കും. ചിലപ്പോൾ ഒരു 30-35 ലിറ്റർ ഒക്കെ അമ്പലത്തിന് തന്നെ പോകും. ഇപ്പോഴത്തെ ദിവസത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് പശുവിൽ നിന്ന് മാത്രമല്ലേ മാക്സിമം ഇൻകം കിട്ടുന്നത്? അതെ, ഈ 10 വർഷമായിട്ട് പശുവിന്റെ തന്നെയാണ് ഇൻകം കിട്ടുന്നത്. മൂത്ത മോള് ബി ഫാം കഴിഞ്ഞ് ജോബിന് ഇപ്പൊ പോകാൻ തുടങ്ങി, ലക്ഷ്മി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണു. അവളുടെ പഠിപ്പ് പൂർത്തീകരിക്കാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഈ പശു കറന്നിട്ട് തന്നെയാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ മോള് അഹല്യയില് MBAക്ക് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഇപ്പൊ എന്താ പറയാ ഫീസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ പശുവിന്റെ അതിനൊക്കെ മാറ്റി വെക്കാറുണ്ട്. സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന പൈസ ഓരോ കാര്യങ്ങൾക്ക് ഇത്ര ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അത് കിട്ടുമ്പോൾ അതങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഈ വരുമാനം പറയുന്നത് എനിക്ക് ഇപ്പൊ ടോട്ടൽ വരുമാനം പശുവിന് തന്നെയാണ്. പാല് വിറ്റിട്ടുള്ള വരുമാനത്തിൽ നിന്നാണ്. മൂന്നാമത്തെ മോള് 10th പഠിക്കുകയാണ്. അപ്പൊ ഇവർക്കെല്ലാം വീട്ടാവശ്യത്തിനും പഠിപ്പിനുള്ള എല്ലാം ഈ പാല് വിറ്റിട്ടുള്ള വരുമാനത്തിൽ തന്നെയാണ് ഇത് ഇപ്പൊ നടന്നുകൊണ്ട് പോകുന്നത്. ഫാമിലി ജോലി എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ പുലർച്ചെ 3 മണിക്ക് എണീക്കും. 3 മണിക്ക് നമ്മൾ എഴുന്നേൽക്കും. അതെ, 3 മണിക്ക് എണീച്ച 5:30 മണിയാകുമ്പോഴത്തേക്കും കഴുകലും കറക്കലും എല്ലാം പിന്നെ തീറ്റ കൊടുക്കല് കംപ്ലീറ്റ് 5:30 മണി ആകുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് എയ്ഡ് എല്ലാം കഴിയും. പിന്നെ ഈ പെല്ലറ്റ് കൊടുക്കുന്നത് മാത്രം ഒരു 7 മണിക്കേ കൊടുക്കുള്ളൂ. എന്നുവെച്ചാ കറന്ന ഉടനെ കൊടുക്കുന്നത് സൈലേജ് ആണ്. പിന്നെ പെല്ലറ്റ് ഇത് കൊടുക്കുമ്പോ ഒരു മണിക്കൂർ ഗ്യാപ്പ് വിടും. ഗ്യാപ്പ് വിട്ടിട്ട് അത് കൊടുത്തു കഴിയുമ്പോൾ ഒരു 7:30 മണിയാകുമ്പോഴത്തേക്കും പശുക്കളും റെസ്റ്റിലാവും, നമ്മൾ പുറത്തും പോകും. കഴിഞ്ഞു. പിന്നെ അടുത്ത ടൈം വരുന്നത് പറഞ്ഞാൽ 12 മണിക്കാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ മോട്ടർ ഇട്ട് കഴുകി ചാണകം നീക്കി 1 മണിക്ക് കറക്കാനിരിക്കും. 2 മണിയാകുമ്പോഴത്തേക്കും കറവ കഴിയും. 2 മണിക്ക് കറവ് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണിയാവുമ്പോൾ പെല്ലറ്റും സൈലേജും കൊടുക്കും. ഒരു 5:30-6 മണിയാവുമ്പോൾ വൈക്കോലും കൊടുക്കും. 7:15-7:30-7:30ക്കുള്ളിൽ കഴുകി വൃത്തിയാക്കി വീണ്ടും അവർക്ക് റെസ്റ്റ് ആവും. നമ്മളും പുറത്തു പോകും. വീട്ടിൽ വളർത്തുന്ന 1-2 പശു വളർത്തുന്നവര് ഈ പറഞ്ഞ പോലെ ഈ വണ്ടി വരുമ്പോഴത്തേക്ക് ഈ പാൽ ഉണ്ടാക്കി എടുക്കണം, കറന്നു വെക്കണം. അപ്പൊ അതിരാവിലെ എണിക്കുകയും വേണം, പാല് കറക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് തിന്നാൻ കൊടുത്തിട്ട് ഈ സൈലേജും മറ്റതൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. അവർ ഈ പറമ്പിൽ കൊണ്ട് വിട്ട് മേയ്ക്കുന്നവർക്കാണെങ്കിൽ ഈ 24 മണിക്കൂർ പണി തന്നെയാണ്. കാരണം അതിനെ കൊണ്ടുപോകും. പിന്നെ ഉച്ചക്ക് കറക്കാൻ നേരത്താണ് തിരിച്ചു കൊണ്ടുവരിക. അത് കഴിഞ്ഞ് അതിന് വെള്ളം കൊടുത്ത് വീണ്ടും 4 മണിക്ക് കറന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനെ 4 മണിക്ക് പുറത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ 7 മണിക്കാ വരിക. അപ്പൊ അവർക്ക് ആ ഫുൾ ടൈം അതിന്റെ കൂടെ തന്നെ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. 1-2 വളർത്തുന്നവർക്ക് ഇത്രയും പശുവിന് കയ്യിൽ നിന്ന് മുടക്കി തീറ്റ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനുള്ള ഇൻകം അവർക്ക് അതിൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങനെ പുറത്തു കൊണ്ടുപോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും നേരത്തെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു. പുറത്തു കൊണ്ടുപോയിട്ട് വിട്ട് മേച്ചിട്ട് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് എവിടെയും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ വല്ലുള്ള ഒരു മരണ വീട്ടിലടക്കം പോയാൽ തന്നെ ടൈം നോക്കും. അവര് മരുപ്പ് എടുത്തോ ഇല്ലയോ നമ്മൾ ആ സമയമാകുമ്പോ പറയാതെ തന്നെ അവിടെ നിന്ന് പോരും. ഈ കാണുന്ന പശു മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടേണ്ടവർ ശരിക്കും എങ്ങനെയുള്ളവരായിരിക്കും? ഈ പശുവായിട്ട് അവർക്ക് പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സ് വേണം. ആദ്യം പെട്ടെന്ന് കുറെ ഒരു 50 പശുവിനെ കൊണ്ട് ഇറക്കി നമ്മൾക്ക് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഈ 50 പശുവിന് പാല് കറന്ന് വിറ്റ് നമ്മൾ പെട്ടെന്ന് ഒരു കോടീശ്വരനാവാ എന്ന് വെച്ചാൽ അത് ഒരിക്കലും നടക്കില്ല. അത് മറ്റേ ഈ 50 അല്ല, ചിലപ്പോ ഈ 2 മാസം കൊണ്ട് തന്നെ ഈ 50 പോയിട്ട് ചിലപ്പോ 10ലേക്ക് ഇങ്ങോട്ട് ചുരുങ്ങിപ്പോകും. അപ്പൊ നമ്മള് ഈ പഠിച്ച് ഇതിനെ കുറിച്ചിട്ടുള്ള മാക്സിമം അതിനെ കുറിച്ചിട്ടുള്ള പഠിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതെ ആദ്യം നമ്മൾ പണി പഠിക്കുക. അപ്പോഴാണ് നമ്മൾ അതിന്റെ എന്തെങ്കിലും ഒരു രോഗലക്ഷണം കണ്ടാൽ അതിനെ തിരിച്ചറിയാനുള്ള ഒരു നോക്കുക. എന്നിട്ട് അതിന് ഡോക്ടറെ വിളിക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്നതാ അസുഖം പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കുക. അല്ലെങ്കിൽ മറ്റേ ഡോക്ടറെ ഒരു പശു ഇങ്ങനെ കിടക്കുന്നുണ്ട് എണിക്കുന്നില്ല പറഞ്ഞു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് കിടന്നത് എന്നും കൂടെ അവരോട് നമ്മൾ പറയണം. ഞാൻ ഇന്നത് തലേ ദിവസം ഇന്നതാണ് ഫീഡ് എന്തും കൊടുത്തത്, വയറിളകിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോഴാണ് ആ ഡോക്ടർ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മെഡിസിൻ ഇതും കൊണ്ടുവരും. ആവറേജ് ഒരു ശരാശരി രാവിലെ ഒരു 10 ലിറ്റർ പാലും
ഉച്ചയ്ക്ക് ഒരു 5 ലിറ്റർ 2 നേരം കൂടി 15 ലിറ്റർ, അത് ഇല്ലെങ്കിൽ ഒരു 13 ലിറ്റർ പാലെങ്കിലും കറവയിൽ കിട്ടാത്ത പശുവിനെ വളർത്തിയാൽ അയാൾക്ക് ഒരു മെച്ചം ഉണ്ടാവില്ല. വെറുതെ എങ്ങനെ വർഷത്തില് ഞാനൊരു 10-20 പശുവിനെ വാങ്ങി വളർത്തി എന്ന് പറയല്ലാതെ അയാൾക്ക് ഒരു ഇൻകം ഉണ്ടാക്കാൻ അതൊന്നും കഴിയില്ല. 7 ലിറ്റർ പാലിന്റെ പൈസയുടെ തീറ്റ നമ്മൾ കൊടുക്കേണ്ടി വരും. ഞാനൊരു ഏകദേശം ഒരു 45 ലെവൽ വെച്ചിട്ടാ കണക്കാക്കിയത്. നമ്മളിപ്പോ പുറത്ത് എല്ലാ സമയത്തും നമുക്ക് പുറത്ത് 50-ന് 65-നൊന്നും വിൽക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഈ സൊസൈറ്റിയിലത്തെ ആ കിട്ടുന്ന ഇൻകം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ടാലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കറവ ഏകദേശം ഒരു 10-ന് താഴെയൊക്കെ വന്നു പറയുമ്പോൾ നമ്മൾ അതിനെ കൊടുത്തു മാറ്റുക. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പാലക്കാട് ജില്ലയിൽ കണ്ണനൂരുള്ള കണ്ണൻ ചേട്ടന്റെ പശുവളത്തിലാണ്. വീടിനോട് ചേർന്ന് 15 പശുക്കളെ വളർത്തി വളരെ ലാഭകരമായിട്ട് തന്നെയാണ് ഈ ചേട്ടൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ അതിൽ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് പോയിന്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളും ഒരു ഹൈപ്പ് പോയിന്റ് കൊടുക്കുക. നമ്മുടെ ഈ ഒരു വീഡിയോ പരമാവധി ഒന്ന് കയറി പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.